അങ്ങനെ മഹത്തായ സഫാ മലയും ചില്ലുംകൂട്ടിലായി. ഒരു പക്ഷേ ഇനി വരുന്നവർക്കൊന്നും ഈ ഒരു സഫാ മല തൊടാൻ കഴിഞ്ഞോളണമെന്നില്ല. ഞങ്ങൾ ഓർക്കായിരുന്നു എൻ്റെ കുട്ടിക്കാലത്തൊക്കെ എനിക്ക് കിട്ടിയ ഭാഗ്യമെന്ന് പറയുന്നത് ഓരോ തവണ സഫയിലും മറുവയിലും പോയി വരുന്ന സമയത്തൊക്കെ ഈ മലയിലേക്ക് ഞങ്ങൾ പിടിച്ച് കയറില്ല. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വിശ്രമിക്കും. എന്നിട്ടൊന്ന് ക്ഷീണം മാറ്റിയതിന് ശേഷം വീണ്ടും ഇറങ്ങിയിട്ട് മറുവയിലേക്ക് പോകും. മറുവയിൽ നിന്ന് വീണ്ടും വന്നിട്ട് ഈ ഒരു മലയിൽ കയറിയിരിക്കും. അങ്ങനെയായിരുന്നു. ഒരു പക്ഷേ കുറച്ച് കാലം മുമ്പ് വരെ സ്റ്റേ ചെയ്തവരൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക. ഇപ്പോഴും നമ്മളെ കൂട്ടത്തിലുണ്ടാവും ചില ആളുകളൊക്കെ സാമ്പത്തികമായിട്ടോ ശാരീരികമായിട്ടോ യാതൊരു കുഴപ്പമില്ല. അവരുടെ മറ്റുള്ള കാര്യങ്ങൾ ഫോൺ മേടിക്കലോ കാർ മേടിക്കലോ ബൈക്ക് മേടിക്കാനൊക്കെ അവരുടെ അടുത്ത് കാശുണ്ട്. പക്ഷേ ഹജ്ജിനോ ഉംറക്കോ പോകാൻ വരുന്ന സമയത്ത് ശൈത്താൻ്റെയും നഫ്സിൻ്റെയും വസ്വാസിൽ പെട്ടുകൊണ്ട് ആയിട്ടില്ല, ഞാൻ കുറച്ചുകൂടി ആവട്ടെ, പ്ലാൻ ചെയ്യട്ടെ, ഞാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, പോകണം ഇൻഷാ അല്ലാ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് അവരതിനെ തൊട്ട് തടയുന്നത് അവർക്കും അറിയില്ല. പക്ഷേ ഇങ്ങനെ ശൈത്താൻ്റെയും നഫ്സിൻ്റെ ഇതിൽ പെട്ടുകൊണ്ട് ഹജ്ജിനും ഉംറക്കും പോകാതെ ഇങ്ങനെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ അവർക്കൊക്കെ എന്തൊക്കെയാണ് മിസ്സായി പോകുന്നതെന്ന് അവർ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ അവർ എത്രയോ പെട്ടെന്ന് ഇവിടെ എത്തുമായിരുന്നു. കാരണം ഈ സഫാ മല അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര തവണ കയറി. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ തൊട്ട മലയാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ തുടക്കകാലത്ത് നുബുവത്തിൻ്റെ തുടക്കകാലത്ത് ഇതായിരുന്നു അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മിമ്പർ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു കാര്യം പറയാണ്ടെങ്കിൽ സഫാ മലയുടെ മുകളിലായിരുന്നു കയറിയിരുന്നത്. എത്രയോ ആയത്തുകൾ ഇറങ്ങിയൊരു മലയാണ്. പക്ഷേ ഇനി വരുന്നവർക്ക് ഇത് തൊടാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ എത്ര സങ്കടമാണ് അക്കാര്യം. ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാ എന്ന് തുടങ്ങുന്ന ആയത്ത്, തബ്ബത് യദാ അബീ ലഹബിൻ എന്ന് പറയുന്ന സൂറത്ത്, അതേപോലെ തന്നെ വൻദിർ അശീറതകൽ അഖ്റബീൻ, അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലിനോട് പറയുന്നത് അവിടുത്തെ കുടുംബത്തിന് എന്ത് ചെയ്യുക, അങ്ങ് താക്കീത് നൽകുക, അവർക്ക് എന്തെങ്കിലും മുന്നറിയിപ്പ് നൽകുക എന്നുള്ളൊരു ആയത്താണ് വൻദിർ അശീറതകൽ അഖ്റബീൻ എന്ന് പറയുന്ന ആയത്ത്.